ദൈവം നമ്മുടെ വഴികാട്ടി എന്ന ഒരു ചിന്തയാണല്ലോ ഇന്നലെ ധ്യാനിച്ചത്. ദൈവം നമ്മുടെ വഴികാട്ടി ആകുമ്പോൾ നമുക്ക് വഴി തെറ്റുകയില്ല. ഇതാണ് അതിപ്രധാനപ്പെട്ട സന്ദേശം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ മനുഷ്യന് തൻ്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നുന്നു. താങ്കൾ ഒരു മനുഷ്യനല്ലേ? പിണങ്ങല്ലേ? താങ്കൾ ഒരു പക്ഷേ ഈ രാജ്യത്തെ മന്ത്രിയായിരിക്കാം, ഈ രാജ്യത്തെ പോലീസ് ഓഫീസറായിരിക്കാം, ആർമി ഓഫീസറായിരിക്കാം, പൈലറ്റായിരിക്കാം, ഡോക്ടർ, സയൻറ്റിസ്റ്റ് ഒക്കെ ആകാം. പക്ഷെ നിങ്ങൾ മനുഷ്യനാണ്. മനുഷ്യന് പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഇതാണ് മനുഷ്യൻ്റെ പ്രശ്നം. ആരെങ്കിലും എൻ്റെ വഴി ശരിയാണോ എന്ന് സംശയിക്കുന്നുണ്ടോ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ? നമ്മുടെ മുൻ DGP ലോക്നാഥ് ബെഹ്റയ്ക്ക് മുമ്പുണ്ടായിരുന്ന DGP, പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹം പറഞ്ഞത്, ഞാൻ വഴിതെറ്റി പോലീസിൽ വന്നയാളാണ്, പക്ഷെ പോലീസിൽ വന്ന ശേഷം വഴി തെറ്റിയിട്ടില്ല. അതായത് അദ്ദേഹം എൻജിനീയറിംഗ് പഠിച്ച് മറ്റൊരു റൂട്ടിൽ പോകാൻ ആഗ്രഹിച്ചു പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സിവിൽ സർവീസിനെ കുറിച്ച് ഒരു പ്രകാശം കിട്ടിയത്. സിവിൽ സർവീസിൻ്റെ പരീക്ഷ എഴുതാനായിട്ട് പഠിക്കുമ്പോൾ IAS കിട്ടാൻ ബുദ്ധിമുട്ട്. അങ്ങനെ IPS ചാടി. അങ്ങനെ പോലീസിൻ്റെ തലപ്പത്ത് വന്നു. കേരളത്തിലെ എല്ലാ പോലീസുകാരുടെയും മുകളിലെത്തി. അദ്ദേഹം റിട്ടയർ ചെയ്തപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ വഴിതെറ്റി പോലീസിൽ വന്നയാളാണ്, പക്ഷെ പോലീസിൽ വന്ന ശേഷം വഴി തെറ്റിയിട്ടില്ല. നമ്മളെല്ലാം വഴി തെറ്റുന്നവരാണ്. വാക്യം ഇങ്ങനെ പറയുന്നു, മനുഷ്യന് തൻ്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നും. അതൊരു തോന്നലാണ്. യഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. നമ്മുടെ അകത്തെ ചിന്തകളും സ്വപ്നങ്ങളുമൊക്കെ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ദൈവം അതിൻ്റെ എല്ലാം വെയിറ്റ് എടുക്കുന്നവനാണ്. അതുകൊണ്ട് നമ്മുടെ തോന്നലുകളിൽ ആശ്രയിക്കരുത്, ദൈവത്തിൽ ആശ്രയിക്കണം. വഴി വെടിപ്പായി തോന്നും, പക്ഷെ അതിനെ ഡിപ്പെൻഡ് ചെയ്യണ്ട. നിൻ്റെ തോന്നലുകളെ നീ ഡിപ്പെൻഡ് ചെയ്യരുത്. നിൻ്റെ നാടിയിടിപ്പുകൾ പോലും തൂക്കി നോക്കുന്ന ദൈവത്തിലും ദൈവത്തിൻ്റെ വചനത്തിലും ഡിപ്പെൻഡ് ചെയ്യണം. Don't depend your own thoughts. Please depend the word of God. ഞങ്ങളെ വളരെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരാണ് പൗരുഷൻ്റെ മുമ്പിൽ വരുന്നത്, യൂട്യൂബിൽ ഇത് കേൾക്കുന്നത്. ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ആക്കാതെ പറയുകയാണ്, ഏത് മനുഷ്യനും അവൻ്റെ വഴി നല്ലതാണെന്ന് തോന്നും. എന്നാൽ അത് തോന്നലാണെന്ന് ഇന്ന് മനസ്സിലാക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ദൈവമേ, അങ്ങൻ്റെ വഴികാട്ടിയാണല്ലോ, എൻ്റെ തോന്നൽ ശരിയാണോ? ആ ജോലി നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു, ഈ ജോലി കുറച്ചുകൂടെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു, ആ കുട്ടിയെ കല്യാണം കഴിച്ചാൽ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ തോന്നൽ ശരിയാണോ? അങ്ങൻ്റെ വഴികാട്ടിയായിരിക്കണമേ. ഞാൻ അതിനായി എന്നെ സമർപ്പിക്കുന്നു. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.